മോർണിംഗ്. ഇന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് മഴയൊന്നും കാണുന്നില്ല, നല്ല വെയിലുണ്ട്. പക്ഷെ വെയിലുണ്ടെങ്കിലും അങ്ങനെ ചൂട് ഇപ്പോൾ തോന്നുന്നില്ല. പക്ഷെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ചൂട് കാണുമായിരിക്കും. ബട്ട് എനിവേ ചെന്നൈയിലെ ചൂട് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്നിയുടെ രണ്ടാമത്തെ ഒരു തീം പാർക്കിലാണ് പോകുന്നത്, എപ്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ എന്താണ് എനിക്കൊന്ന് മൂവീസിൻ്റെ ഒക്കെ തീമാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ ഐഡിയ ഇല്ല. സോ ഇന്ന് ഒരു ബെറ്റർ ഡേ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, കാരണം ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. സോ ലാസ്റ്റ് ഡേ പോയതുപോലെ തന്നെ 9 o'clock ആ ബസ് വരും. അപ്പോൾ അതിൽ കയറി നമ്മൾ ഡിസ്നിയുടെ പാർക്കിൽ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഇന്നത്തെ പ്ലാൻ. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ടാമ്പ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. എൻ്റെ സ്കൂൾ ക്ലാസ്മേറ്റാണ്. പക്ഷേ ഇവിടുന്ന് 1 മൈൽ ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. സോ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഇല്ല, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. അഭിനവന് ശരിക്കും നാസയുടെ സ്പേസ് സെൻറ്ററിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അത് നാളെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിനും ഇവിടുന്ന് 70 മൈലുണ്ട്. അപ്പം ഇവിടുന്ന് ബസ് പോകുന്നുണ്ടെന്നാണ് കേട്ടത്, അവരുടെ തന്നെ ബസ്, കെന്നഡി സ്പേസ് സെൻറ്റർ. അപ്പം ബസ് കിട്ടുകയാണെങ്കിൽ അതിൽ കയറി പോകും. പക്ഷെ ബസ് നമ്മുടെ ഹോട്ടലിലൊന്നും വരില്ല, വേറെ ഏതോ പിക്കപ്പ് പോയിന്റിൽ ചെല്ലണം. അതും രാവിലെ എന്താണ് 8 മണിക്കോ 7:30ക്കോ അങ്ങാണ്ട് ആ ബസ് വരും. അപ്പോൾ അത് എത്ര പ്രാക്ടിക്കലാണെന്ന് അറിയില്ല, എവിടെയാണ് വരുന്നതെന്നും അറിയില്ല. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ വിൽ പ്ലാൻ ഫോർ ദാറ്റ് ടുമോറോ. മാജിക് കിങ്ഡം കുറച്ചുകൂടെ ഡിസ്നി ഫെയറി ടെയിൽസും അങ്ങനത്തെ ഒരു ഫാൻറ്റസി ലാൻഡ് എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ എപ്കോട്ട് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആൻഡ് ക്യുസീൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീം പാർക്കാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതാണ് തോന്നിയത്. കാരണം എനിക്ക് ഇങ്ങനെ പല രീതിയിലുള്ള ആർക്കിടെക്ചേഴ്സ്, ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫുഡാണ് ഏറ്റവും ഇഷ്ടം. ഫുഡാണ് ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ഗോളത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അപ്പോൾ നമ്മളും എടുത്തു. ഇത് ആണ് ഫസ്റ്റ് റൈഡ്. ഇതെന്ന് പറയുന്നത് ഒരു സ്പേസ് സെൻറ്റർ പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴമയെന്ന് പുതുമയിലോട്ടുള്ളൊരു ട്രാൻസിഷൻ പല ഫേസിലായിട്ട് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ ചേർത്തുകൊണ്ടുള്ളൊരു റൈഡാണ്. വളരെ സ്ലോ ആയിട്ട് പോകുന്ന റൈഡ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഈ ഒരു എപ്കോട്ടിൽ അപകടം പിടിച്ച റൈഡൊന്നും ഇല്ലായിരുന്നു. ഒരു സ്പേസ് സെൻറ്റർ പോലെയാണ് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടെ കയറി വരുന്നിടത്ത് തന്നെ കണക്ഷൻസ് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു അതിഭയങ്കരൻ കഫേ ഉണ്ട്. ഇതിൻ്റെ അകത്ത് സ്റ്റാർബക്സ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്തായാലും ഇവിടെ ആദ്യം കയറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പീരിയഡ്സ് സമയത്തിന് മുന്നേ ആയി. അതുകൊണ്ട് എനിക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാടൊന്നും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ ഒരു സാനിറ്ററി നാപ്കിൻ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ ഈ കഫേയിൽ കയറാമെന്ന് പറഞ്ഞത്. ഇതൊരു ഷോപ്പ് കൂടെയാണ്. അപ്പം ഇവിടെ കയറിയപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒരു എംപ്ലോയിയുടെ അടുത്ത് ചോദിച്ചു, എനിക്ക് എവിടെ നിന്നാണ് ഒരു നാപ്കിൻ കിട്ടാൻ വഴിയുള്ളത്, ഫാർമസി ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ ഓടിച്ചെന്ന് ഒരു മാപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ഫസ്റ്റ് എയ്ഡ് സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തന്നു. എന്നിട്ട് അങ്ങോട്ട് പോയാൽ നമുക്ക് ആവശ്യമുള്ള സാധനം അവിടുന്ന് കിട്ടും എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേനും ഒരു ക്ലീനറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആദ്യം കണ്ടത്. അവരുടെ അടുത്ത് ഫാർമസി എവിടാന്ന് ചോദിച്ചതും അവർ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പീരിയഡ്സിൻ്റെ ഒരു നാപ്കിൻ വേണം എന്ന് പറഞ്ഞു. അവർ കൂടെ വന്ന് എന്നെ അവിടെ തന്നെ കൊണ്ടുവിട്ടിട്ട്, അവിടെ ഒരു ഹോസ്പിറ്റൽ വരെ ചെറിയൊരു സെറ്റപ്പാണ്, അവർ ഫ്രീ ആയിട്ട് എനിക്കൊരു നാപ്കിൻ തന്നു. വളരെ 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 ഹെൽപ്ഫുള്ളാണ് അവിടുത്തെ ആൾക്കാർ. എംപ്ലോയീസ് ശരിക്കും ഹെൽപ്ഫുള്ളാണ്. എനിക്ക് ഭയങ്കര വെൽക്കമിങ് ആയിട്ടും ഭയങ്കര വാം ആയിട്ടും തോന്നി അവിടുത്തെ എംപ്ലോയീസിൻ്റെ പെരുമാറ്റം.
ഫസ്റ്റ് എയ്ഡ് സെന്ററിലോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ വെള്ളത്തിൽ നിറയെ പൂക്കൾ ഉള്ള ചെടികൾ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി ഭംഗിയാണ് നേരിട്ട് കാണുമ്പം. വീഡിയോയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ആ വിചാരിച്ച ഒരു ഭംഗി വീഡിയോയിൽ വന്നിട്ടില്ല. ഫോട്ടോസിലും എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങൾ അവിടെ പോയി കാണുകയാണെങ്കിലാണ് അവിടുത്തെ ഒരു ഭംഗിയും അവിടെ എങ്ങനെയാണ് അവർ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. സാനിറ്ററി പാഡ് ഒരു ഫസ്റ്റ് എയ്ഡ് സെൻറ്ററിൽ നിന്ന് നമ്മുടെ ബേബി കെയർ ഉണ്ട്. ചോദിച്ച സ്ത്രീ തന്നെ കൂടെ വന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഒരെണ്ണം എടുത്ത് തന്നു. ഒരു പെയിൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് ഒരെണ്ണം തന്നു. ഇവിടെ അകത്ത് തന്നെ റെസ്റ്റ് റൂം ഉണ്ട്. ഇവിടെ ഒന്ന് മാറുകയും ചെയ്തു. ഈ ഒരു പാർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പല കൾച്ചേഴ്സും പല ക്യുസീൻസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ എത്തിയത് മെക്സിക്കോ സെക്ഷനിലാണ്. അവിടെ മെക്സിക്കോ ഫുഡ്, മെക്സിക്കോയുടെ പല ക്യൂരിയോസ്, ആർട്ടിഫാക്ട്സ്, എന്താണ് പറയുന്നതിന്, ഷോ പീസസ്, അങ്ങനെ പല സാധനങ്ങൾ, മെക്സിക്കോയ്ക്ക് സ്വന്തമായിട്ടുള്ള പല ഐറ്റംസും ഉള്ളൊരു മാർക്കറ്റ് ഇതിൻ്റെ അകത്തുണ്ട്, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുണ്ട്. അതേപോലെ റെസ്റ്റോറൻറ്റും ഉണ്ട്. പക്ഷേ അവിടെ നിന്ന് നമ്മളൊന്നും കഴിച്ചില്ല. എനിക്ക് മെക്സിക്കൻ ഫുഡ് ഇഷ്ടമാണ്. പക്ഷേ അവിടെ കഴിക്കാനുള്ള ഒരു സമയമായിട്ടില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ നോർവേ ആണ്. നോർവേയിലെ ഫ്രോസൺ കാസിലോട്ടാണ് നമ്മൾ കയറുന്നത്. അവിടെ എൽസ ആൻഡ് ആനയുടെ കോസ്റ്റ്യൂം ഇട്ട 2 ആക്ടേഴ്സ് കുട്ടികളുടെ കൂടെയും അവരുടെ ഫാമിലീസിൻ്റെ കൂടെയൊക്കെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയുന്നതിന് ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും അവർ പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ സ്ക്രിപ്റ്റ്. പക്ഷെ അവർ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തുമാത്രം എനർജിയാണ് ഒരു ദിവസം ഇവരുടെ കയ്യിൽ ഉള്ളത്. കാരണം എത്രയോ ആൾക്കാർ വരുന്നു, അവരെല്ലാം മീറ്റ് ചെയ്യണം, അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം, പോസ് ചെയ്യണം, ആ ക്യാരക്ടർ പിടിച്ച് നിൽക്കണം. അത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ പൊളൈറ്റ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ചിന്നു അവരുടെ ഒന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. അടുത്തതായിട്ട് ചൈന സെക്ഷനാണ്. ചൈന സെക്ഷനിൽ ശരിക്കും ഒരു ഷോ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു അലൗഡ് അല്ല എന്ന് തോന്നുന്നു. ചൈനയുടെ പല കൾച്ചേഴ്സ് ആൻഡ് ജിയോഗ്രഫിയെ പറ്റിയാണ് അവർ സംസാരിച്ചത്. വീഡിയോ ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇവിടെയും ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് ഒരു ആക്ടർ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വലിയ ക്യൂ ആയതുകൊണ്ട് നമ്മൾ അതിന് നിന്നില്ല. ഈ ഒരു തീം പാർക്കിൽ ഡ്രിങ്ക്സ്, അതായത് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, കോക്ടെയിൽസ്, അതേപോലെ ഡിഫറെൻറ്റ് ക്യുസീൻസ് അവൈലബിൾ ആണ്. നേരത്തെ നമ്മൾ പോയ മാജിക് കിങ്ഡമിൽ ഇങ്ങനത്തെ ഫുഡ് അവൈലബിൾ അല്ലായിരുന്നു. അവിടെ കൂടുതലും പോപ്കോൺസ്, സ്നാക്സ്, കുട്ടികൾക്ക് ചേർന്ന ടൈപ്പ് ഭക്ഷണമായിരുന്നു കൂടുതലും. അടുത്തത് എനിക്ക് തോന്നുന്നു ജർമ്മനി ആയിരുന്നെന്ന് തോന്നുന്നു. ജർമ്മനിയുടെ അകത്ത് നമ്മൾ അങ്ങനെ കയറിയൊന്നും കണ്ടൊന്നുമില്ല. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ് ഓർഡറിലെന്ന് എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഇപ്പോൾ. കാരണം ഏകദേശം യൂറോപ്യൻ സ്റ്റൈലൊക്കെ എനിക്ക് ഒരേപോലെയാണ് തോന്നിയത്. എനിക്കങ്ങനെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാനുള്ള ഒരു നോളജ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു പാർക്കിൽ ഓരോ കോർണേഴ്സും അവർ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മിനിയേച്ചർ ടൗൺ ആണ് ചെയ്തിരിക്കുന്നത്. റൊമാൻറ്റിക് ടൗൺ എന്നോ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 ഫങ്ഷണൽ ആയിട്ടുള്ള ടോയ് ട്രെയിൻസ് റൺ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു നാട്ടിൽ ട്രെയിൻ ഓടുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് അതെല്ലാ കാഴ്ചകളും അവർ മിനിയേച്ചർ ഫോമിൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്.
ബിൽഡിങ്ങും സ്ട്രക്ചേഴ്സും പിന്നെ ക്യാരക്ടേഴ്സും ഒന്നും മാത്രമല്ല, പല സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് പെർഫോമൻസും അവിടെ പലയിടത്തും കാണാനുണ്ടായിരുന്നു. ഇത് എവിടെയാണ്, ഇറ്റലിയാണോ ഫ്രാൻസ് ആണോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇവിടെയും ഒരു ആർട്ടിസ്റ്റ് പെർഫോമൻസ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. കുറെ പേർ അവിടെ കൂടി നിന്ന് ഇത് കാണുന്നതും എൻകറേജ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഫുഡിൽ പല റെസ്ട്രിക്ഷൻസും ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും US എല്ലായിടത്തും ഈ പ്രോബ്ലം ഉണ്ട്. ഇവിടെ കൂടുതലും ബേക്കൺ, ബീഫ്, പോർക്ക് ഒക്കെയാണ് കിട്ടുന്നത്. ഫുഡിന്റെ കാര്യം പറഞ്ഞ് ഞാൻ അഭിനവും ഇടയ്ക്ക് അടിയായി. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ പല ഫുഡും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവിടുത്തെ ഐസ്ക്രീം ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കോഫി ഇതൊന്നും എനിക്ക് പിടിക്കുന്നില്ല. ബാർബിക്യൂ ചിക്കൻ എന്ന് കണ്ടിട്ട് ഈ സ്മോക്ക് ഹൗസിൽ ചെന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അഭിനവനെ പറഞ്ഞു വിട്ടു. പക്ഷേ അപ്പോഴാണ് അവിടെ ഇരുന്ന് കഴിക്കുന്ന ആൾക്കാരുടെ കയ്യിരിക്കുന്ന ചിക്കൻ പീസ് ഞാൻ കണ്ടത്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഇതെനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബാർബിക്യൂ ചിക്കൻ ആലോചിച്ച് ഇവിടെ ബാർബിക്യൂ ചിക്കൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടും എന്ന് മനസ്സിലായി. അതുകൊണ്ട് അവിടുന്ന് നടന്ന് നീങ്ങുകയാണ് നമ്മൾ. ജർമ്മനി, ഇറ്റലി കഴിഞ്ഞ് അടുത്തത് ജപ്പാനാണ്. ജപ്പാൻ്റെ അവിടെ ചെന്നപ്പോഴത്തേനും മഴക്കോള് വന്നു. പെട്ടെന്നാണ് മഴ തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ ആകാശം അങ്ങ് കറുത്തിരുണ്ടു. പിന്നെ ഫ്രാൻസിൻ്റെ അവിടെ കുറച്ചു നേരം നമ്മൾ അഭയം പ്രാപിച്ചു. എന്നിട്ട് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് പിന്നെ നടന്ന് നീങ്ങാൻ പറ്റിയത്. എന്തായാലും വലിയ മഴയൊന്നും ഇല്ലായിരുന്നു. കുറച്ചു നേരത്തേനകം മഴ നിന്നു. അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു. എനിക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയത് മൊറോക്കൻ ഒരു ആർക്കിടെക്ചറാണ്. മൊറോക്കൻ ആർക്കിടെക്ചർ കണ്ടപ്പോൾ തന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഫുഡും ആർക്കിടെക്ചറുമായിട്ട് ഒരു ബന്ധവും ഇല്ലാന്ന് അവിടുത്തെ ഫുഡ് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അവിടുത്തെ ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴത്തേനും ഭയങ്കര സൈസും തടിമിടുക്കും ഒക്കെ ഉള്ള ആണുങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ഷെഫായിട്ടും അതേപോലെ വെയിറ്റേഴ്സായിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ നല്ലൊരു സ്പൈസി ഫുഡൊക്കെ ആയിരിക്കുമല്ലോ കഴിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. നല്ല ആർക്കിടെക്ചറും നല്ല ഇൻറ്റീരിയർ ഡെക്കറേഷനും ഒക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫുഡ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആൾക്കാരെ കണ്ടിട്ട് ഫുഡ് ഓർഡർ ചെയ്തത്. ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഒട്ടും സ്പൈസി അല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും സ്പൈസി അല്ല. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത ആ ഒരു ചിക്കൻ്റെ പുറത്ത് അവർ ഈ ഇട്ടേക്കുന്ന വെളുത്ത പൊടി എന്താണെന്നറിയോ? അതാണ് പൗഡേർഡ് ഷുഗർ. ചിക്കൻ്റെ കൂടെ ഷുഗർ നിങ്ങൾക്ക് ആലോചിക്കാൻ കൂടെ പറ്റുമോ? അതാണ് അവിടുത്തെ ഫുഡ്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള റൈഡ്സോ അങ്ങനത്തെ അഡ്രിനാലിൻ റഷ് കൊടുക്കുന്ന ഒരു ഐറ്റംസ് ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ ചില കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഷോസ്, പിന്നെ ഡിസ്നി ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറീസ് ഒക്കെ വെച്ചിട്ടുള്ള ചില ഷോസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് ഷോയും നമ്മളവിടെ കണ്ടു. ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. ഷൂട്ട് ചെയ്യാൻ വേണ്ടിയൊന്നും ഇല്ല, ശരിക്കും ഇത് ആനിമേറ്റഡ് ഷോ ആണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് ആയിരുന്നു എന്ന് തോന്നുന്നു അടുത്തത്. എന്തായാലും എനിക്ക് നല്ല തലവേദനയും നല്ല എന്താ പറയുക കാലുവേദനയായിരുന്നു. അത് കാരണം തന്നെ എനിക്കൊന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് നമ്മൾ പോയത് കാനഡയാണ്. കാനഡയുടെ ജോഗ്രഫി, കൾച്ചർ ഒക്കെ പറയുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കാനഡ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഈ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാത്രമേ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുള്ളൂ. പക്ഷേ ലോകത്തിലെ
ഏറ്റവും വലിയ രാജ്യങ്ങളിൽ രണ്ടാമത് വരുന്ന രാജ്യമാണ് കാനഡ എന്ന് ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത്. നാണക്കേടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും കാനഡയെ പറ്റി വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് അവർ അവതരിപ്പിച്ചു. അതൊക്കെ നന്നായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് അത്ര സുഖകരമല്ലായിരുന്നു. മഴയും പിന്നെ പീരിയഡ്സും തലവേദനയും കാലുവേദനയും എല്ലാം കൂടെ ചേർന്ന് എനിക്ക് ആകെ ചളംകുളമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് മാജിക് കിങ്ഡമിനെ കാട്ടി കുറച്ചുകൂടെ എൻജോയബിൾ ആയിട്ട് തോന്നിയത് ഇതാണ്. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നല്ലതല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ അധികം എൻജോയ് ചെയ്തിട്ടില്ല. ഏതായാലും വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ഈ വ്ളോഗ് എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ വ്ളോഗ് എനിക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.